ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് ടേക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അടപ്പായസത്തിന്റെ അട എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അധികം വൈകാതെ തന്നെ അതിന്റെ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് അട ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് ഇത് കുറച്ച് മട്ടേരി കേട്ടോ, നല്ല പാലക്കാട് മട്ട നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതെന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത അരിയാണത്. ഇനി ഇതിനെ നമുക്കിതുപോലെ ഒരു തുണി എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഇതൊന്ന് ഉണങ്ങി വരണം കേട്ടോ. അപ്പോൾ നമ്മൾ അതിനാണ് തുണിയിൽ ഇങ്ങനെ ഇടുന്നത്. എന്തായാലും നമുക്കിതൊന്ന് പരത്തി കൊടുത്തിട്ട് ചെറുതായി ഒന്ന് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ചെറുതായി ഒന്ന് ഉണങ്ങാൻ വയ്ക്കാം. അപ്പം നല്ലപോലെ അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് മിക്സിയുടെ ഇതുപോലെ ഒരു ജാർ എടുത്തിട്ട് അതിലോട്ട് ഇത് മൊത്തമായിട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം നമുക്കിത് മൊത്തമായിട്ട് ഇതിലോട്ടിട്ട് എത്രയും പെട്ടെന്ന് ഇത് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇതുപോലെ നല്ല ഫൈനായിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് ഇതിലോട്ട് നമുക്ക് 1 സ്പൂണ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച്, നമ്മളിപ്പോൾ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, നമ്മൾ അരയ്ക്കാനെടുത്ത് ഫുള്ളായിട്ട് നമ്മൾ ഇതിലോട്ട് പൊടിയിലോട്ട് എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 1/2 സ്പൂണ് നെയ്യോട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് ഇതിനെ വൃത്തിയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നെയ്യിൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇതിലോട്ട് പിടിക്കണം. അതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കിതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു പരുവത്തിലാക്കിയെടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതുപോലെ നമ്മൾ വാഴയില നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു പീസ് എടുത്തിരിക്കുന്നത് അതിലോട്ട് നമുക്കിത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒഴിച്ചു കൊടുക്കല്ല, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തളിച്ചു കൊടുക്കുന്ന പോലെ നമ്മൾ ചെയ്യാൻ പോണത്. ഇപ്പോൾ കുറച്ച് അവിടെയും ഇവിടെ ഇങ്ങനെ വീണ് കിടക്കണ പോലെ വേണം. ഇതാണ് നമ്മുടെ അടയാവണത് കേട്ടോ. നമുക്ക് അവിടെയും ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതിനെ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ മടക്കണം. നമ്മൾ ഇങ്ങനെ മടക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് വാഴയുടെ തന്നെ നമ്മൾ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു 2-3 എണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് അതുകൂടി ഉണ്ടാക്കിയെടുക്കാം ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ ഒരു 4 എണ്ണം ഇതുപോലെ മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ മൊത്തം മാവാണ്. അപ്പോൾ നമുക്കിനി ചെയ്യാൻ പോണത് നമ്മുടെ സ്റ്റൗവിൽ വെള്ളം നല്ലോണം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ഇതിനെ ഇതിലോട്ട് പതുക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. 4 എണ്ണം ഉണ്ട്. 4 എണ്ണം നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പോണ്. എന്നിട്ട് ഇങ്ങനെ കിടന്ന് നന്നായിട്ടൊന്ന് വേവണം. അപ്പോൾ അതിനാണ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി എന്തായാലും നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 5 to 10 മിനിറ്റ് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഗൈസ്. അങ്ങനെ നമ്മളൊരു 10 മിനിറ്റിന് ശേഷം നന്നായി വേവിച്ചെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഇതുപോലെ ഇത് കളഞ്ഞെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഈ ഇലയിൽ നിന്ന് നമുക്ക് മാവ് മാത്രമായിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ലെയറായിട്ട് കണ്ടോ വന്നിരിക്കുന്നത്. ഇത് മാത്രമായിട്ടാണ് നമ്മൾ എടുക്കാൻ പോണത്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ നെയ്യൊക്കെ ഒഴിച്ചുകൊണ്ട് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മാറ്റിയിട്ട് ഇത് മാത്രം ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. നമ്മൾ എന്തായാലും ഇത് മുറിച്ചെടുക്കാനുണ്ട്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പൊട്ടി വന്നാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ എന്തായാലും ഇത് മുറിക്കണം, കുട്ടിയായി മുറിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വന്നാലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ഏകദേശം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏകദേശം ഇത്ര കിട്ടിയിട്ടുണ്ട് കണ്ടോ അട. ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ അട റെഡി ആയിരിക്കും. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ മാത്രമേ വേണ്ടൂ കേട്ടോ. ചെറുതായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് ഇങ്ങനെ വലിയ പീസായിട്ട് നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് കുട്ടിയായിട്ട് നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇപ്പോൾ തന്നെ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി എന്തായാലും നമുക്കിതിനെ കുറച്ച് വെള്ളത്തിലോട്ട് മാറ്റാം. കുറച്ച് വെള്ളത്തിലോട്ട് ഇപ്പോൾ ഇത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മളിതിൽ. ഇനി ഇതിനെ നമുക്ക് ഈ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ടോ. കാരണം
ആ നെയ്പ്പൊക്കെ നല്ലോണം ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാനാണ് നമ്മൾ ഇതുപോലെ വെള്ളത്തിലോട്ട് മാറ്റുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര സോഫ്റ്റായിട്ട് ഒരു ഇത് ഫീലിംഗ് ഇങ്ങനെ ഒരു ഇതിലാണ് ഉണ്ടാവുക. നമുക്കതൊന്ന് മാറ്റാനാണ് നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഒന്നിങ്ങനെ ചെയ്യണത് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റണം കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് കുറച്ച് ഇതായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് ഇതുപോലെ ഒന്ന് കഴുകിയിട്ടാണ് മാറ്റി വയ്ക്കേണ്ടത്. ഒന്നുകൂടെ അടിപൊളി ഒന്ന് കഴുകാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ഫ്രഷ് അട റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ കണ്ടതാണല്ലോ, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഈ അട വെച്ചിട്ട് എങ്ങനെ പായസം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ലിങ്കും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. മുകളിലും പോപ്പപ്പ് ആവുന്നതായിരിക്കും അതിൻ്റെ ലിങ്ക്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. ഇനി എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റാ.